ഇത് വെറും ഒരു ഭരണമാറ്റത്തിനായുള്ള പോരാട്ടമല്ല. അഴിമതിയും കെടുകാര്യസ്ഥതയും കൊണ്ട് വീർപ്പുമുട്ടുന്ന കേരളത്തെ മോചിപ്പിക്കാനുള്ള ജനകീയ മുന്നേറ്റം. 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ കടക്കുപുറത്ത് ശൈലിക്ക് കേരളം മറുപടി നൽകാൻ പോകുന്ന നിമിഷം വന്നെത്തിക്കഴിഞ്ഞു. 2026 പിണറായി വിജയന്റെ പടയൊരുക്കത്തിന് തിരശ്ശീല വീഴും. ഗ്രൂപ്പും പരിഭവവും മാറ്റിവെച്ച് അനുഭവ സമ്പത്തും യുവത്വവും ഒരുപോലെ ഒത്തുചേർന്ന് ഒരു വമ്പൻ ടീമിനെയാണ് കോൺഗ്രസ് കളത്തിലിറക്കുന്നത്. പ്രചാരണ സമിതിയുടെ അമരക്കാരനായ രമേശ് ചെന്നിത്തല എത്തുമ്പോൾ അത് വെറും ഒരു പദവിയല്ല, മറിച്ച് CPM-നുള്ള ആദ്യ വെടിയുണ്ടയാണ്. കേരള രാഷ്ട്രീയത്തിന്റെ മുക്കും മൂലയും അറിയുന്ന ഭരണപക്ഷത്തിന്റെ അഴിമതിക്കോട്ടകൾ തകർക്കാൻ അനുഭവ സമ്പത്തുള്ള ചെന്നിത്തലയുടെ നേതൃത്വം UDF-ന് നൽകുന്ന കരുത്ത് ചെറുതല്ല. ഐക്യത്തോടെയുള്ള ഈ നീക്കം LDF ക്യാമ്പുകളിൽ ഇതിനോടകം തന്നെ ആശങ്കയുണ്ടാക്കി കഴിഞ്ഞു. ഒരറ്റത്ത് ആഗോളതലത്തിൽ ശ്രദ്ധേയനായ ശശി തരൂർ, നഗര വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും പെട്ടിയിലാക്കാൻ തരൂരിന്റെ സാന്നിധ്യം സഹായിക്കുമ്പോൾ, മറ്റൊരറ്റത്ത് പ്രവർത്തകരുടെ ആവേശമായ യുവതുർക്കി ഷാഫി പറമ്പിൽ. യുവാക്കളെയും താഴെത്തട്ടിലുള്ള പ്രവർത്തകരെയും ഏകോപിപ്പിക്കാൻ ഷാഫി എത്തുന്നതോടെ പോരാട്ടം ഇരട്ടിക്കരുത്തിലാകും. ഇതിനോടൊപ്പം ഹൈബി ഈഡനും മാത്യു കുഴൽനാടനും റോജി എം ജോണും ചേരുന്നതോടെ ഇതൊരു വമ്പൻ യുവനിരയായി മാറുന്നു. ഇനി കണക്കുകളിലേക്ക് വരാം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ 100 സീറ്റുകൾ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് വെറുമൊരു വാക്കല്ല. പ്രശസ്ത തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗൂരു നടത്തിയ സർവേയിൽ UDF-ന് ഉറപ്പായ വിജയം കാണുന്നത് 90 സീറ്റുകളിലാണ്. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാനുള്ള പ്രകടന പത്രിക തയ്യാറാക്കാൻ ബെന്നി ബെഹനാനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷാണ് പ്രകടന പത്രിക സമിതിയുടെ സഹാധ്യക്ഷൻ. രമേശ് ചെന്നിത്തല ഉൾപ്പെടെ കരുത്തുറ്റ സമിതിയാകും വരും ദിവസങ്ങളിൽ കേരളത്തിലുടനീളം പ്രചാരണ കൊടുങ്കാറ്റ് അഴിച്ചുവിടുക. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം വിജയസാധ്യത മാത്രം മുൻനിർത്തിയാണ് നീക്കം. ഉമ്മൻചാണ്ടിയുടെ അതിവിശ്വസ്തനായിരുന്ന ബെന്നി ബെഹനാനെയും ഹൈക്കമാൻഡ് അംഗീകരിച്ചു. ഇതും നിർണായകമാണ്. രമേശ് ചെന്നിത്തല അടക്കം ആകെ 10 അംഗങ്ങളാണ് പ്രചാരണ സമിതിയിലുള്ളത്. താഴെത്തട്ടിലുള്ള പ്രവർത്തകരെയും യുവാക്കളെയും ഏകോപിപ്പിക്കാനാണ് ഷാഫി പറമ്പിലിനെ കൺവീനർ സ്ഥാനത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത്. വിഷൻ 2026 ലക്ഷ്യമിട്ടുള്ള വിപുലമായ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനുള്ള ചുമതലയാണ് ബെന്നി ബെഹനാൻ അധ്യക്ഷനായ സമിതിക്ക് നൽകിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രചാരണ സമിതിയിൽ ഹൈബി ഈഡൻ MP, MLA-മാരായ റോജി എം ജോൺ, CR മഹേഷ്, മാത്യു കുഴൽനാടൻ എന്നിവർക്കൊപ്പം രമ്യ ഹരിദാസ്, M ലിജു, ദീപ്തി മേരി വർഗീസ് എന്നിവരും അംഗങ്ങളാണ്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക കമ്മിറ്റിയുടെ ചെയർമാനായി ബെന്നി ബെഹനാൻ MP-യെയും ഹൈക്കമാൻഡ് തീരുമാനിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP-യാണ് കോ ചെയർമാൻ. MP-മാരായ ഡീൻ കുര്യാക്കോസ്, ജെബി മേത്തർ എന്നിവരാണ് പ്രകടന പത്രിക കമ്മിറ്റിയിലെ അംഗങ്ങൾ. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കാൻ ബെന്നി ബെഹനാൻ തയ്യാറാക്കുന്ന വിഷൻ 2026 പ്രകടന പത്രിക കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു നൽകും. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തതയും കഠിനാധ്വാനവും ബെന്നി ബെഹനാനിലൂടെ UDF-ന് മുതൽക്കൂട്ടാകും. 10 അംഗങ്ങളുള്ള ഈ കഠിനാധ്വാനികളുടെ സംഘം കേരളത്തിലുടനീളം പ്രചാരണ കൊടുങ്കാറ്റ് അഴിച്ചുവിടും എന്നുറപ്പ്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനം നൽകിയ സൂചന നിയമസഭയിൽ ആവർത്തിക്കും. പിണറായി സർക്കാരിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെയുള്ള ജനരോഷം വോട്ടായി മാറും. സഖാക്കൾക്ക് ഇനി ഒരു കാര്യം മാത്രം പറയാം: കടക്കുപുറത്ത് എന്ന് കേരളത്തിലെ ജനങ്ങൾ പറയാൻ പോകുന്ന നിമിഷത്തിനായി കാത്തിരിക്കുക. CPM-ന്റെ കസേര ഇളകിക്കഴിഞ്ഞു. അധികാരം തിരിച്ചുപിടിക്കാൻ കൈപ്പത്തി ചിഹ്നത്തിന് പിന്നിൽ അണിനിരക്കുന്നത് ലക്ഷക്കണക്കിന് പ്രവർത്തകരാണ്. 2026 കേരളം പിടിക്കാൻ ടീം UDF റെഡി. നീക്കം പാളില്ല, പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു.